16 വയസ്സുള്ള കുട്ടി ബസ്സിൽ നിന്ന് ചാടി മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ ആണ്. അതെന്ന് വെച്ചാൽ ബസ് ഡ്രൈവർ ബാക്കിലത്തെ ഡോർ അടച്ചിട്ടില്ല. അതായത് ഡ്രൈവർ ഓപ്പറേറ്റഡ് ഡോറാണ് ഇപ്പോൾ മൊത്തത്തിൽ വരുന്നത്, ഹൈഡ്രോളിക് ആയിട്ടുള്ള ഡോറുകൾ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ ടൈം തുറക്കുന്ന അടക്കുന്നതായിട്ടുള്ള സിസ്റ്റംസാണ് വരുന്നത്. പിന്നെ ക്ലീനറുടെ ഭാഗത്ത് ഒരു ലിവർ ഉണ്ട്. അത് പക്ഷേ നമുക്കൊന്നും പിടിച്ച് വലിക്കാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, അതിൻ്റെ സ്വിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ കുട്ടി കയറിയിട്ട് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് തന്നെ നിന്നിട്ട് കുട്ടിയുടെ ആ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു പുറപ്പാടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വെച്ചാൽ ബസ് അത്ര സ്പീഡ് കൂടുന്നു, അപ്പം തന്നെ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചാടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ്സിലുള്ള വിഷ്വൽസിലും അതേപോലെ പുറമേയുള്ള വിഷ്വൽസിലും ശരിക്കും മനസ്സിലാകുന്നുണ്ട് പിന്നെ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ളത് തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബസ്സുകാരൻ കുടുങ്ങിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡോർ അപ്പം തന്നെ അടക്കാത്തതുകൊണ്ടാണ്. ഏതൊരാൾ കയറിയാൽ അപ്പം തന്നെ ഡോർ അടച്ചിടുക. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. അതായത് പിന്നെ അതിനും 2 ദിവസം മുന്നേ 2-3 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടിപ്പറിന് മുന്നിലേക്ക് പഠിക്കുന്ന ഒരു കുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി തന്നെ ചാടി പിന്നെ ടിപ്പറിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതെന്തോ ഒരു പ്രശ്നമാണ്, ബെസ്റ്റി കേസോ എന്തോ ആണ്, നമുക്ക് മൊത്തമായിട്ടൊന്നും അറിയില്ല. അവരുടെ പ്രശ്നങ്ങൾ അവർക്കല്ലേ അറിയും, അവരിപ്പോൾ കണ്ടെത്തേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇതേപോലെ ഇഷ്യൂസ് കുറേ നടന്നിട്ടുണ്ട്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നേർക്ക് വീഴുന്നത് ഞാൻ പിന്നെ ആക്റ്റീവ് എടുത്ത് പോകുന്നത്, എൻ്റെ നേർക്കും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ചാടിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ചാടിയെന്നുള്ളത് എനിക്കൊരു വിവരമില്ല. പിന്നെ ഡമ്മി ആയിട്ടുള്ള വീട്ടുകാരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പിന്നെ കറക്റ്റായിട്ട് നമ്മൾ മെല്ലനെ വരുമ്പോൾ നമ്മളെ മുന്നിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതേപോലെ വീഴാൻ വേണ്ടി നോക്കുന്നുണ്ട്. വീഴാനും പിന്നെ ചാടി നിന്നിട്ട് നമ്മൾ കുടുങ്ങാനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോൾ അലർട്ടായിക്കണം. റോട്ടിലാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇവർ വട്ടം ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലത്തുള്ള കേസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ബസ്സിലൊക്കെ ആണെങ്കിൽ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ പിന്നെ ഡോറ് തുറന്നിട്ട് ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ തന്നെ ഒരാൾ കയറിയ ഉടനെ തന്നെ മറ്റേ ബാക്കിലത്തെ സ്വിച്ച് ഞെക്കിയിട്ട് പിന്നെ ഉടനടി ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഡോറ് അടച്ച് കളയാം. അല്ലെങ്കിൽ ഇത്ര പ്രശ്നമില്ല. കാരണം വെച്ചാൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പം ബസ്സുകാരനും കുടുങ്ങി, ബസ്സിൻ്റെ ഡ്രൈവറും കുടുങ്ങിയില്ലേ. ഡ്രൈവറുടെ അടുത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡോർ അടച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് ചെറിയ ദൂരമാണെങ്കിലും ആകെ കുറച്ച് ദൂരമാണ് ആണെങ്കിലും നിങ്ങൾ വേഗം ഡോറങ്ങ് അടച്ചിടണം. അല്ലെ വെറുതെ എന്തിനാണ് വെറുതെ നിയമക്കുരുക്കിലൊക്കെ പെടാൻ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ആത്മഹത്യയായിട്ടുള്ള ബന്ധമായിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. അതായത് ഇവർ മരിക്കുകയും ചെയ്യും, പിന്നെ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ കുടുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. റോട്ടിലാണെങ്കിലും അതുപോലെ വട്ടം ചാടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്.